രാവിലെ BRM ഷഫീഖയുടെ ഒരു ദൃശ്യം കാണുകയായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ കാരണം അത് നിങ്ങളെയും കൂടി ആദ്യം ഒന്ന് കാണിച്ചു തരാം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ എൻ്റെ കാര്യം കാണാൻ ഇനി ആരെ കാലും പിടിക്കാൻ എനിക്ക് യാതൊരു ഉളുപ്പും ഇല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തെളിയിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. കണ്ട കണ്ടില്ലേ, കഴിഞ്ഞ ദിവസത്തെ മന്ന സമാധിയാണ്. മന്ന സമാധിയിൽ പങ്കെടുക്കാൻ പോയില്ലെന്ന് ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ അവിടെ പോയി അദ്ദേഹം ഒരു വിനീത ദാസനായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടു. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മന്ന സമാധിയിൽ ഏതെങ്കിലുമൊക്കെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. ഈ സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും നേതാക്കന്മാർ പോയിട്ട് വിനീത ദാസന്മാരായി, അതായത് നമ്മുടെ നാട്ടിൽ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വരാൻ പോകുന്ന മന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയാവുന്ന വ്യക്തി ചെയ്യേണ്ട പ്രവർത്തനമാണ്. അവർ നയിക്കേണ്ടവരാണ്. അവർ ഈ സമൂഹത്തിൽ ചിലരെ സ്വന്തം കാര്യം കാണാൻ വേണ്ടി എങ്ങനെയാണ് കാലു പിടിച്ചതെന്ന് നിങ്ങൾ കണ്ടോ? നാണംകെട്ട ഇടപാടെന്നല്ല എന്താണ് പറയുന്നത്. ആരെ കാല് പിടിച്ചാലും എനിക്ക് അധികാരത്തിലെത്തണം. അതിന് ഇന്നലെ മുതൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരുടെ തിക്കിത്തിരക്കാണ് മന്നസമാധിയിൽ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോയി ഒരു സാമുദായിക നേതാവിനെ കാണുന്നത് തെറ്റൊന്നുമല്ല, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പോയി കാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? കാര്യം കാണാൻ എന്ത് ചെയ്യണം? ഞാൻ ആരെ കാലും പിടിക്കണം. ബാക്കി മറ്റേ വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല, അത് ആപ്റ്റല്ല. ഒരു വ്യക്തി അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. സുകുമാരൻ നായരെ പോലെ ഒരാൾ ഒരു സാമുദായിക നേതാവാണ്. മന്ന സമാധി, മന്നത്തിന്റെ ഒരു ജന്മദിനത്തോടനുബന്ധിച്ചുള്ള അവിടെ പോയി പുഷ്പാർച്ചന നടത്താം. ഒരു സാമുദായികങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു വ്യക്തിയാണ്, അവരോട് സഹകരിക്കുന്ന വ്യക്തി എന്ന് തോന്നിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കി, എന്തൊരു അശ്ലീലമാണ് ആ ദൃശ്യം. കണ്ടില്ലേ? ഇതുകൊണ്ടാണ് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ചിലരെ നിയമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നത്. ഇടതുപക്ഷ അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ താക്കോൽ സ്ഥാനത്ത് ആര് വരണം വരണ്ട എന്ന് അഭിപ്രായം പറയാൻ ആളില്ലാതെ പോകുന്നതും, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അധികാര സ്ഥാനങ്ങൾ ആർക്കൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ടി വരും എന്നതിന്റെ പ്രശ്നം ഇവിടെയാണ്.